അപ്പോൾ വേനൽക്കാലമൊക്കെ ആയി വെള്ളമൊക്കെ എല്ലായിടത്തും കുറഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങളുടെ കിണറ്റിലൊക്കെ നിറയെ ഫേണും പിന്നെ പായലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളമുള്ള കിണറ്റിലാണ് ഇങ്ങനെ നിറച്ച് ഫേണുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ, വേനൽക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. നല്ല മധുരമുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ ഞങ്ങൾക്ക് ദൈവം തന്നത്. അപ്പം കിണറൊക്കെ നല്ല വൃത്തിയാക്കി തന്നു. ഇത് വീടിൻ്റെ അടുത്തുള്ളൊരു ഏട്ടനാട്ടോ കിണറൊക്കെ വൃത്തിയാക്കി തന്നത്. അവസാനം ആ പൊടികളൊക്കെ ചൂലുകൊണ്ടൊക്കെ അതിൻ്റെ റിങ്ങൊക്കെ അടിച്ച് വാരിയിട്ട് അപ്പോൾ നിറച്ച് പൊടികൾ അതിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു ഓട്ടോട്ടുള്ള നമ്മൾ ചോറൊക്കെ പിന്നെ വെള്ളമൊക്കെ ഊറ്റി കളയുന്ന പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാട്ടോ അവസാനം എല്ലാം കോരിയെടുത്തത്. അങ്ങനെ എല്ലാം കോരിയെടുത്ത് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ അവസാനം ആ ചേട്ടനും കയറി പോന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ തൂങ്ങി ഒറ്റ കൈ കൊണ്ടൊക്കെ അത് ചെയ്യുമ്പോൾ നമുക്കും പേടിയാവും കേട്ടോ. എന്നാലും ഇതിനും വേണം ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളും വെള്ളമൊക്കെ നല്ല ക്ലിയറിൽ കുടിക്കുന്നത്. അപ്പോൾ അവരോടും ദൈവത്തിനോടൊക്കെ ഞാൻ നന്ദി പറയാണ്. പിന്നെ എല്ലാം വൃത്തിയാക്കി ചേട്ടൻ കയറിയിട്ടോ. അപ്പോൾ തന്നെ കയറുന്ന വരെ നമുക്കൊരു പേടിയോട് കൂടിയിട്ടാണ് നിൽക്കണത്. പാവം അവസാനം കുഴങ്ങി ആ പുല്ലുമ്മലൊരു ഇരുന്നീനു. കിണറിൻ്റെ മുകളിൽ ഞങ്ങളൊരു ഇരുമ്പിൻ്റെ വല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിറച്ച് പൂച്ചശല്യം ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അടുത്ത വീട്ടിലൊക്കെ പൂച്ച ചാടുന്ന പണിയാണ്. അപ്പം അതൊക്കെ നീക്കിയിട്ടു. പിന്നെ വല ഒക്കെ അവിടെ കെട്ടി വെച്ചു കേട്ടോ. ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ കാറ്റൊന്നും പാറിപ്പോവൊന്നുമില്ല. കിണർ എപ്പോഴും ഇതേമാതിരി സുരക്ഷിതമായിട്ട് വെക്കണം കേട്ടോ. അതുപോലെ ഈ പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വൃത്തിയാക്കിക്കോളൂ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബായ്, താങ്ക് യു.